അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ ഒരു പ്രശംസയാണിത്. താങ്കൾ ഏറ്റവും ഉത്തമമായ മഹോന്നതമായ സ്വഭാവ ഗുണങ്ങൾക്കുടമയാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. അതായത് ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയിരിക്കുകയാണ്. ഖുലുഖ് എന്ന് പറഞ്ഞാൽ സ്വഭാവ ഗുണങ്ങൾ എന്നാണ്. ഇസ്ലാമിൽ സ്വഭാവ ഗുണങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് അഖ്ലാഖുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അതായത് ഇസ്ലാമിലെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ സാധാരണ അതിനെങ്ങനെ കാറ്റഗറി ആയിട്ട് പറയാറുണ്ട്. അഖീദ, ഇബാദത്ത്, അഖ്ലാഖ് എന്നൊക്കെ പറയാറുണ്ട്. അഖീദ എന്ന് പറഞ്ഞാൽ വിശ്വാസം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വഭാവ ഗുണങ്ങൾ, നമ്മളുടെ പെരുമാറ്റങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ. ഇസ്ലാം അതിന് വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ പലപ്പോഴും ഒരാൾ ഇപ്പോൾ തെക്കുവ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നല്ല മുത്തക്കിയായ ആളാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ മനസ്സിലൊക്കെ ചില ഇമേജ് ഉണ്ടാവും അല്ലേ? ആരാണ് നല്ല മുത്തക്കി എന്ന് പറഞ്ഞാൽ? നല്ല നിസ്കാരമുള്ള, നല്ല നോമ്പൊക്കെ ഉള്ള, അതുപോലെ തന്നെ ഹജ്ജ് ഉംറയൊക്കെ ചെയ്യുന്ന, അങ്ങനെ നടക്കുന്ന ഒരാൾ അല്ലേ? ശരിക്കും തഖ്വ എന്ന് പറഞ്ഞാൽ അത് മാത്രമാണോ? നിസ്കരിക്കുക, നോമ്പ് വിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് പടച്ചോനായിട്ടുള്ള ബന്ധം, അള്ളാഹിനായിട്ടുള്ള ഒരു റിലേഷൻ ഏറ്റവും നന്നാവുക എന്ന് മാത്രമല്ല. ഒരു തഖ്വ എന്നൊക്കെ പറഞ്ഞാൽ, ഒരു നല്ല വിശ്വാസി എന്ന് പറഞ്ഞാൽ ആരാണ്? അള്ളാഹിനായിട്ടുള്ള ബന്ധം ഉണ്ടാവുമ്പോൾ തന്നെ മനുഷ്യന്മാരായിട്ടൊക്കെ നല്ലപോലെ പെരുമാറുന്ന, നല്ലതുപോലെ അവരോടൊക്കെ സഹവസിക്കാൻ കഴിയുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ നല്ല മുത്തക്കി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഖുർആൻ നമ്മൾ നോക്കുക. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പിന്നെ നമ്മളുടെ ആരാധനകളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലേ? ഇപ്പോൾ നിസ്കാരത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ പറഞ്ഞത് എന്താ? നമ്മളുടെ സ്വഭാവങ്ങളെക്കുറിച്ചാണ്, നമ്മളുടെ പെരുമാറ്റങ്ങളെക്കുറിച്ചാണ്. അതിൻ്റെ ചെറിയ ചെറിയ കാര്യം നമ്മളൊക്കെ ചിലപ്പോൾ നിസ്സാരമാണ് എന്ന് വിചാരിക്കുന്ന, അതൊക്കെ ഇപ്പോൾ ഇത്ര വലിയ കാര്യമാണോ എന്നൊക്കെ വിചാരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഖുർആൻ വളരെ പ്രാധാന്യത്തോടെ പറഞ്ഞത് കാണാൻ കഴിയും. ഇപ്പോൾ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏതാ എന്നൊക്കെ അറിയാം അല്ലേ? ആയത്തുദ്ദൈൻ. ആയത്തുദ്ദൈനിൽ നിസ്കാരത്തെക്കുറിച്ചാണോ? അല്ല. നോമ്പിനെക്കുറിച്ചാണോ? അല്ല. ഹജ്ജിനെക്കുറിച്ചാണോ? അല്ല. അതിൽ പറയുന്നത് എന്താ? അതിൽ സാമ്പത്തിക ഇടപാടിനെ കുറിച്ചാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൊടുക്കുമ്പോഴും കൈമാറുമ്പോഴും അത് എഴുതി വെക്കുന്നതിനെക്കുറിച്ച്. അതൊക്കെ ശരിക്കൊരു ഒരു ക്യാരക്ടറിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. പരസ്പരമുള്ള ഇടപാടുകളിലുള്ള സൂക്ഷ്മതയൊക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇബാദത്ത് ചെയ്യാറുണ്ടല്ലോ അല്ലേ? നിസ്കാരം അതുപോലുള്ള കാര്യമൊക്കെ ചെയ്യാറുണ്ട്. ശരിക്കും അതിലൂടെ എന്താ ഉണ്ടാവേണ്ടത്? അത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അതിലൂടെയും ഉണ്ടാവേണ്ടത് ഈ ഒരു ഭാഗം അതിൽ പ്രധാനമാണ്. ഇപ്പോൾ എന്തിനാണ് നമ്മൾ നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കൂലി കിട്ടാൻ, അള്ളാഹിനെക്കുറിച്ച് ആലോചിക്കാൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പോൾ പടച്ചവനെക്കുറിച്ചുള്ള ഒരു വിചാരം നമ്മളെ മനസ്സിലുണ്ടാവാനാണ് നമ്മൾ നിസ്കാരം അങ്ങനെ 5 നേരമൊക്കെ നിസ്കരിക്കുന്നത്. എന്നാൽ അത് മാത്രമാണോ നിസ്കാരത്തിൻ്റെ ഉദ്ദേശം? അല്ല. ഖുർആനിൽ തന്നെ പറയുന്നുണ്ടല്ലോ അല്ലേ? എന്താണ്? ഫവൈലുല്ലിൽ മുസല്ലീൻ. നമസ്കരിക്കുന്നവർക്ക് നാശം എന്ന് പറയുന്നുണ്ട്. നിസ്കരിക്കുന്നവർക്ക് നാശം. നിസ്കരിക്കുന്നവർക്ക് ഇപ്പം എങ്ങനെ നാശം ഉണ്ടാവുക? അപ്പോൾ അതിൽ ആ സൂറത്തുൽ മാഊനാണ്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ പറയുന്ന കാര്യം എന്താ? എങ്ങനെയുള്ള നിസ്കാരക്കാരാണ്? അവർ ആളുകളെ സഹായിക്കാത്തവരാണ്, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാത്തവരാണ്. അപ്പോൾ ഒരാളുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുന്നത് ആ നിസ്കാരത്തിൽ ചൊല്ലേണ്ട കാര്യങ്ങളും ഇതൊക്കെ ക്ലിയറായാൽ മാത്രമല്ല, മറിച്ച് ആ നിസ്കരിക്കുന്ന ആളുടെ ജീവിതത്തിൽ കുറേ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാവണം. പാവങ്ങളെ സഹായിക്കുന്ന, മറ്റുള്ളവരോട് നല്ലതുപോലെ പെരുമാറുന്ന ആളായിരിക്കണം. അപ്പോഴാണ് ഇവരുടെ നിസ്കാരം സ്വീകരിക്കുക. അപ്പോൾ അള്ളാഹിനായിട്ടുള്ള ബന്ധം മാത്രമല്ല, മനുഷ്യന്മാരായിട്ടുള്ള ബന്ധവും അതിലൂടെ നന്നാവണം. ഇപ്പോൾ നോമ്പ് ഉൽക്കാരണം എന്താ? സുബഹി മുതൽ മഗ്‌രിബ് വരെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല. അതാണല്ലോ നോമ്പിലെ. പക്ഷെ അങ്ങനെ മാത്രമാണോ നോമ്പ് എന്ന് പറഞ്ഞാൽ? അത് മാത്രമല്ല നോമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അയ്യദ അത്ആമഹു വ ശറാബഹു. എന്താ പറയുന്ന അർത്ഥം?
ഒരാൾ ആളുകളോടുള്ള സംസാരത്തിൽ, പെരുമാറ്റത്തിൽ മോശമായ വാക്കുകൾ, വർത്താനങ്ങൾ അതൊന്നും ഒഴിവാക്കുന്നില്ല. അങ്ങനൊന്നും ഒഴിവാക്കാത്ത ഒരാൾ വെള്ളം കുടിക്കാതിരുന്നിട്ടോ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടോ ഒരു കാര്യമില്ല. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഒരാൾ നോമ്പ് നിൽക്കുകയാണ്, രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല, പക്ഷെ ആളുകളോട് പെരുമാറുമ്പോൾ ദേഷ്യപ്പെടുകയാണ്, മോശമായ വാക്കുകൾ സംസാരിക്കുകയാണ്, കളവ് പറയുകയാണ്, നോമ്പ് സ്വീകരിക്കുമോ? ഇല്ല. കാരണം നോമ്പ് എന്ന് പറഞ്ഞാൽ വെള്ളവും ഭക്ഷണവും ഒഴിവാക്കിയത് കൊണ്ട് മാത്രമല്ല, നമ്മൾ ഇടപഴകുന്ന ചുറ്റുപാടുമുള്ള മനുഷ്യന്മാരോടുള്ള നമ്മളുടെ പെരുമാറ്റം, സ്വഭാവം അതൊക്കെ നന്നാവണം. അപ്പോഴാണ് നോമ്പ് സ്വീകരിക്കുക. സക്കാത്ത് നമുക്കറിയാലോ, ഇസ്ലാമിലെ വലിയൊരു ആരാധനയാണ് അല്ലേ, ഒരു ഇബാദത്താണ്. ഈ സക്കാത്തിൻ്റെ ഒരു ഫലം എന്താ? ആർക്കതിൻ്റെ ഫലം കിട്ടുന്നത്? നാട്ടിലെ പാവപ്പെടുന്ന പ്രയാസപ്പെട്ട ആളുകൾക്ക് അതിൻ്റെ ഫലം കിട്ടുകയാണ്. അവർക്ക് സാമ്പത്തികമായ അർത്ഥത്തിൽ അവർക്ക് പ്രയാസം അനുഭവിക്കുമ്പോൾ സക്കാത്ത് അവരുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുകയാണ്. അപ്പോൾ ആളുകളായിട്ട് ബന്ധമുള്ളൊരു കാര്യമാണതല്ലേ. ഹജ്ജ്. അപ്പോൾ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? ഹജ്ജ് എന്ന് പറഞ്ഞാൽ മക്കയിൽ പോയിട്ട് അവിടെ കഅബയിലും മസ്ജിദുൽ ഹറമിലും അതിൻ്റെ പരിസരത്തൊക്കെ ഉള്ള കുറേ ഇബാദത്തുകളാണ് അല്ലേ, കുറേ ആരാധനകളാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഹജ്ജിനെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാൽ എന്ന് പറയുന്നുണ്ട്. അതായത് ആരാണോ ഹജ്ജ് ചെയ്യുന്നത്, ആർക്കാണോ ഹജ്ജ് നിർബന്ധമാകുന്നത്, അവരതിൻ്റെ ഇടയിൽ, കാരണം ഹജ്ജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാത്രമാവില്ല, നമ്മളുടെ കൂടെ കുറേ ആൾക്കാരുണ്ടാവും, കുറേ മനുഷ്യന്മാരുണ്ടാവും. അവരൊക്കെ പരിഗണിക്കണം. അവരോട് മോശമായ രീതിയിൽ സംസാരിക്കാൻ പാടില്ല, അവരോട് തല്ലൂടാൻ പാടില്ല, തിരക്കൂടാൻ പാടില്ല. അപ്പോൾ ഇതിലൂടെയൊക്കെ അള്ളാഹു പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താ? ഒരു നല്ല വിശ്വാസി എന്ന് പറഞ്ഞാൽ ആരാ? നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഇതൊക്കെ ചെയ്യുന്ന ഒരാളെന്ന് മാത്രമല്ല, അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫലം ജീവിതത്തിൽ ഉണ്ടാവണം. അതെങ്ങനെ ഉണ്ടാവുക? അത് ചുറ്റുമുള്ള മനുഷ്യന്മാരോടുള്ള പെരുമാറ്റത്തിൽ, സംസാരത്തിൽ, അവരോടുള്ള ഇടപഴകലുകളിൽ, ഇതിലൊക്കെ ഉണ്ടാവേണ്ട കുറേ നന്മയാണ്. അതിനാണ് നമ്മൾ എന്ത് പറയുക? അഖ്ലാഖ് എന്ന് പറയുക. ആ അഖ്ലാഖ് നമ്മളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ ചെയ്ത ഈ ഇബാദത്തുകളൊക്കെ ചിലപ്പോൾ ബാത്തിലായി പോകും. ചിലപ്പോൾ അതിൻ്റെ പ്രതിഫലമൊക്കെ നമുക്ക് കിട്ടാതെ പോകും. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്കിടയിൽ പരസ്പരം നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ വിദ്വേഷവും ശത്രുതയും ഒന്നും വെച്ച് പുലർത്തരുത്, ആളുകളോട് പിണങ്ങി നിൽക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ആരോടെങ്കിലും പിണങ്ങേണ്ടി വന്നാൽ അത് അധിക ദിവസം പിണങ്ങിക്കരുത്. ഒരു 1-2 ദിവസം കഴിയുമ്പോഴത്തേന് എന്താണ്, അത് സുൽഹാക്കിയിട്ട് അത് ശരിയാക്കിയിട്ട് അവരോട് മിണ്ടണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇല്ലെങ്കിൽ പടച്ചോൻ നമ്മളുടെ ഇബാദത്തുകൾ സ്വീകരിക്കൂല, നമ്മളുടെ പ്രാർത്ഥന പോലും സ്വീകരിക്കൂല. ഒരു ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ചില സമയമുണ്ട്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നൊരു സമയമാണ്. അപ്പം ഇങ്ങനെ ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു പുറത്തു കൊടുക്കാൻ തീരുമാനിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ പറയും, ചില ആളുകളുടെ പ്രാർത്ഥന ഇപ്പോൾ സ്വീകരിക്കുന്നില്ല. അപ്പോൾ ആരാണ് അവർ എന്ന് പറയുമ്പോൾ അവർ പരസ്പരം പിണങ്ങി നിൽക്കുന്നവരാണ്, തെറ്റി നിൽക്കുന്നവരാണ്. അപ്പോൾ ഓരോ പ്രാർത്ഥന ഒരു നന്നായിട്ട് മതി, അവർ നന്നായിട്ട് അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചാൽ മതി. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമ്മളുടെ പ്രാർത്ഥന പോലും സ്വീകരിക്കണമെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സിനോട്, നമ്മളുടെ കൂടെയുള്ള ആളുകളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നത്, അവരോട് നമ്മൾ ശത്രുത ഉണ്ടോ, നമ്മൾ അവരോട് മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നതൊക്കെ നോക്കിയിട്ടാണ് പടച്ചോൻ എന്ത് ചെയ്യുക? നമ്മളുടെ ദുആ പോലും സ്വീകരിക്കുക. അതുകൊണ്ട് നമ്മളുടെ സ്വഭാവം വളരെ പ്രധാനമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ് എന്ന് ചോദിച്ചാൽ എന്താ? നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളുടെ നല്ല സ്വഭാവങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ കാര്യങ്ങളിലാണ് നമുക്ക് നല്ല സ്വഭാവം ഉണ്ടാവേണ്ടത് എന്നതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.